ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ സജസ്റ്റ് ചെയ്തൊരു ടോപ്പിക്ക് തന്നെയാണ്. കാരണം ഒരുപാട് വ്യക്തികൾക്ക് റിലേഷൻഷിപ്പിൽ അവർ അർഹിക്കുന്ന ഒരു ജസ്റ്റിസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ റീഡിംഗ്. നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ജസ്റ്റിസ് നിങ്ങളിലേക്ക് എത്താറായോ, അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ്, ഈ ഒരു കറണ്ട് സിറ്റുവേഷനൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയില്ല ആരുടെ എനർജീസാണ് വരാനായിട്ട് പോകുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹെർമിറ്റാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. ഫൂൾ എനർജി വന്നിട്ടുണ്ട്. 3 of Wands, 3 of Pentacles, 6 of Pentacles, 9 of Pentacles, 10 of Pentacles, Death, Star, Elder of Cups, 9 of Wands, Hierophant, 5 of Pentacles, and High Priestess. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പിരിച്വൽ ഇൻഫ്ലുവൻസസ് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്ന ശേഷം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ, ഈ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിസിൽ മാത്രമല്ല സ്പിരിച്വലി എല്ലാം നിങ്ങൾക്ക് മറ്റൊരു തലത്തിലേക്ക് ഉയരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ നമുക്ക് കാണാം. നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ മുന്നിലേക്ക് വന്ന് വളരെ സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേഴ്സണായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലവരാണെന്നുണ്ടെങ്കിൽ ഒരു ഹീലിംഗ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ചില വ്യക്തികൾക്ക് നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ചൊരു ആശ്വാസം കിട്ടുന്നൊരവസ്ഥ, ആ ഹീൽ ചെയ്യാനുള്ളൊരു പവർ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലുള്ള ഇപ്പോൾ ടാരോ റീഡിംഗ് ആയിക്കോട്ടെ, അതുപോലെയുള്ള ആ ഒരു കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആ ഒരു സൈക്കിക് എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും പുറത്ത് വന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വന്ന ശേഷമായിരിക്കാം. മാത്രമല്ല ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ ആരായിക്കോട്ടെ, എക്സ് ഓർ വൈ ആരാണെന്നുണ്ടെങ്കിലും അവർ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ ചീറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മറച്ചു വെച്ച് ചില വ്യക്തികൾ ചില കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെയെങ്കിലും നിങ്ങൾ സത്യങ്ങൾ അറിയാൻ ഇടവരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. അതായത് ചിലപ്പോൾ നിങ്ങൾ പോലും അറിയണം എന്നുള്ളൊരു പർപ്പസിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ പോലും മറ്റാരെങ്കിലുമായിട്ട് വന്ന് സത്യം നിങ്ങളെ അറിയിക്കുന്ന ഒരവസ്ഥ. അതായത് ചിലവരുടെ കണ്ണ് വെട്ടിച്ച് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജി, നിങ്ങളുടെ എനർജി എന്ന് പറയുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു എനർജി അല്ല, കുറച്ചും കൂടി ഈ പറയുന്നത് പോലെയുള്ള ഒരു എബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ 2 പേരാണെന്നുണ്ടെങ്കിലും മെച്യൂർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ 2 പേർക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് തന്നെ കാണുന്നുണ്ട്.
അപ്പോൾ ഭൂരിഭാഗം വ്യക്തികൾക്കും ഈ ഒരു റിലേഷൻഷിപ്പ് നിമിത്തം ആ ഒരു സ്പിരിച്വൽ ലെവലിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞായിട്ട് തന്നെ നമുക്ക് കാണാം. നിങ്ങളുടെ ഈ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് പോലും തിരിച്ചറിഞ്ഞത് ഈ ഒരു റിലേഷൻഷിപ്പ് മുഖാന്തരമായിരിക്കും. അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ചില പർപ്പസിന് വേണ്ടി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇതിന് മുൻപ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇത്രത്തോളം ഭീകരമായിട്ടല്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അത്രയും വേഴ്സ് സിറ്റുവേഷൻ ഇത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെത്ത് എനർജി വരെയൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതായത് ഇത് എൻഡപ്പായി പോയോ, ഒരു ഡെഡ് എൻഡിലേക്ക് പോയോ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതുപോലെയുള്ളൊരു അവസ്ഥയല്ല എന്നുണ്ടെങ്കിലും ഇതിന് മുൻപും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത്രയും ഡീപ്പായിട്ട് വരുന്നത് ആദ്യമായിട്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു നമ്മൾ പറയില്ലേ, ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു ശാന്തത എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംഗതിയായിരിക്കാം ചിലപ്പോൾ ഇതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. ഒരു ട്രയൽ പോലെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇതിന് മുൻപുള്ള ഒരു പിണക്കം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്ത വ്യക്തികളായിരിക്കണം. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞതുപോലെ ഡെത്ത് എനർജി അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ മറ്റൊരു ലെവലിലേക്ക് അവസാനിച്ചോ എന്നുള്ളൊരു സംശയം എത്തുന്നവരെയൊക്കെ പോയിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷനിലായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം. അത് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒന്നില്ലാന്നുണ്ടെങ്കിൽ ചില വ്യക്തികൾക്ക് അവരുടെ ഫാമിലി തന്നെയായിരിക്കണം ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു എതിരാളിയായിട്ടല്ലാന്നുണ്ടെങ്കിൽ ഇത് മുന്നിലേക്ക് പോവാൻ പാടില്ല എന്നുള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ളത് ഭൂരിഭാഗം വ്യക്തികൾക്കും ഇവിടുത്തെ ഒരു എനർജി അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തിന് ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ടാവുന്നത്. അതായത് ചില വഴക്കുകൾ അല്ലെങ്കിൽ പിണക്കങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒരു നല്ല സ്ട്രോങ് ന്യൂ ബിഗിനിങ്ങിലേക്ക് വരിക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചധികം നാൾ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് വീണ്ടും കഴിഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെയും ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു സഹകരണം കാര്യങ്ങളുണ്ടാവാം. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളുകൊണ്ടല്ല എന്നുണ്ടെങ്കിൽ പോലും പുറമെ വലിയ സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വ്യക്തികൾ ഇതിനകത്ത് ഉണ്ടായെന്ന് വരാം. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു ഫാമിലി കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് റിലേഷൻഷിപ്പ് മാറിയിട്ടുള്ളത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം ഇല്ല എന്നുള്ളതല്ല. പക്ഷേ നിങ്ങൾ അതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾ ആ ഒരു യൂണിവേഴ്സിന് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സും ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ആയതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ചില റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചിലവർക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കില്ല. അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പിടിവാശി കാര്യങ്ങൾ, ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളൊരു ആംഗിളൊക്കെ പലരും പോവാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ പ്രീവിയസ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് നല്ലതുപോലെ പഠിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച ഊർജ്ജം ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സത്യസന്ധത ആയിക്കോട്ടെ, അതൊന്നും നിങ്ങൾക്ക് ഇപ്പോഴും വീണ്ടും തിരിച്ചു കിട്ടുന്നില്ല. അതൊന്നും നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതുപോലെ കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും ഡിഫറൻസസ് ഉള്ള വ്യക്തികളായിരിക്കും. ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലീജിയസ് ഫാക്ടേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ, ചിലപ്പോൾ നല്ല രീതിയിൽ ഏജ് ഡിഫറൻസോ, അങ്ങനെ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ചിലപ്പോൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇന്ന ഇന്ന വ്യത്യാസങ്ങളുണ്ടല്ലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ ഭാഷയുടെ പ്രോബ്ലം ഉണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റേറ്റ് വ്യത്യാസമായിരിക്കും. ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഡിഫറൻസസ് ഒരുപാടുണ്ടാവാം. ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ളൊരു ടിപ്പിക്കൽ ഓർത്തഡോക്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നൊരു വ്യക്തി ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും പല കാര്യങ്ങളിലും സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ മുറുകെ പിടിക്കുന്ന വ്യക്തികളായിരിക്കും. പെട്ടെന്ന് വിട്ടുവീഴ്ച ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തികളായിരിക്കാനുള്ള ചാൻസസ് നമുക്കിവിടെ വളരെയധികം കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. വലിയതായിട്ട് ഇമോഷൻസോ കാര്യങ്ങളോ നിങ്ങളോട് കാണിക്കുന്നുണ്ടാവില്ല, ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു ദുഃഖം തീർച്ചയായിട്ടും കിടക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇപ്പോഴും ആ ഒരു ലോസ് ഫീലിംഗ് നിങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ട്. സ്ട്രോങ് റീകൺസിലിയേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിട്ട് ഇരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. എത്രയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇത് വിട്ട് കളയാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ആ ഒരു എനർജിയിൽ നിൽക്കുകയാണ്.
അതേസമയം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്പിരിച്വലി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം കൂടുതൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങളുടെ വ്യക്തിക്കും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണിതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ 2 പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ഡീപ്പിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ സ്പിരിച്വലിയൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ, ചില പുതിയ ലെസൺസ് പഠിക്കാൻ, അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ വേണ്ടി വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അത് 2 പേർക്കും. അതിൽ പ്രത്യേകിച്ച് നിങ്ങളാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് അല്ലെങ്കിൽ കൂടുതൽ സ്പിരിച്വലി കണക്ട് ആവുന്നതെങ്കിൽ നിങ്ങൾ മറ്റൊരു തരത്തിൽ നമ്മൾ നോക്കുകയാണ്, വേറൊരു ആംഗിളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആണ് എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്. പറഞ്ഞ് കേൾക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വായിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു തലത്തിലേക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചില എക്സ്പീരിയൻസസ് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ബ്ലെസ്ഡ് ആണ് എന്ന് പറഞ്ഞതിൻ്റെ തന്നെ ഒരു റീസൺ. മാത്രമല്ല നമ്മളുടെ ലൈഫിൽ ആദ്യമേ പറഞ്ഞതുപോലെ മറ്റുള്ളവർ നമ്മളെ മറിച്ചെന്തെങ്കിലും ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള സീക്രസിസം നമ്മളുടെ അടുത്ത് നിന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സായിട്ട് തന്നെ പല രീതിയിൽ നമ്മളത് അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കതെല്ലാം അറിയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സ്റ്റിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു ബ്ലാങ്ക് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിഷമമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റക്നെസ് ഉണ്ട്. പക്ഷേ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അതേപോലെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നിൽക്കണം. നിങ്ങളോട് കാണിക്കാത്ത ഒരവസ്ഥയാണ്. ഇമോഷൻസ് ആ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും, അല്ല നിങ്ങൾ തമ്മിൽ ചിലവരിപ്പോൾ ഒരു ലെസ് കോൺടാക്റ്റിലേക്കൊക്കെ പോകുന്ന വളരെ കുറച്ച് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഒന്നും അവരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അറിയാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്ന് നിങ്ങൾക്കൊന്നും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയിട്ടുള്ള പലരും എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമായിരിക്കാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതിന് മുൻപും ഇതുപോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു ചെറിയ ഡിസ്റ്റൻസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വരെ അല്ലെങ്കിൽ കുറച്ചധികം നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞതുപോലെ അവർ ഡെഡ് എൻഡിലേക്ക് പോയി എന്ന് പോലും ചിന്തിക്കുന്ന തരത്തിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോകുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇതിന് മുൻപ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ആ ഒരു ഡിസ്റ്റൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അത് മേക്കപ്പായി അതൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണയും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ സംഭവിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു നീണ്ട ഗ്യാപ്പിലേക്കോ അല്ലെങ്കിൽ അത്രയും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു വേഴ്സ് സിറ്റുവേഷനിലേക്ക് പോകുന്നു നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല. നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വീണ്ടും എന്നിലേക്ക് തന്നെ വരും, അല്ലെങ്കിൽ പ്രോബ്ലംസ് എല്ലാം കോംപ്രമൈസ് ചെയ്ത് പഴയതുപോലെ ആകാൻ സാധിക്കും എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു ചേഞ്ച് റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുമോ എന്നുള്ളത്. കൂടുതൽ വ്യക്തികൾക്ക് ഇപ്പോൾ നോ കോൺടാക്റ്റ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മാറുന്നൊരു അവസ്ഥ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ലവ് എനർജി, 10 ഓഫ് എയർ, ക്വീൻ ഓഫ് എയർ, 10 ഓഫ് എർത്ത്, 7 of air, 6 of fire, star, messenger of water, chariot, king of fire, 2 of air, 4 of water, ace of earth, and 4 of fire. അപ്പോൾ ആദ്യമേ തന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുമോ എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
അതൊരു ഡെഡ് എൻഡ് ആയോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരല്ലാന്നുണ്ടെങ്കിൽ ഇനി അതിനൊരു ഭാവി ഉണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ളതാണ്. അതായത് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും. നിങ്ങളായിട്ട് അങ്ങോട്ട് തേടി പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളിലേക്ക് തേടി വരും എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അത് വളരെ ഈസി ആയിട്ട് വരുന്നു എന്നുള്ളതല്ല. ഇതിനിടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹഡിൽസ് ഉണ്ടായേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ അനുഭവിക്കുന്ന തരത്തിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ക്രോസ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ തീർച്ചയായിട്ടും അൾട്ടിമേറ്റ്ലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മാറ്റം വരും. സ്ട്രോങ് ആയിട്ട് അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു സ്റ്റാർ എനർജി സ്ട്രോങ് റീകൺസിലേഷൻ കാണിക്കുന്ന എനർജീസാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ് ഓഫ് എർത്ത് ആൻഡ് ഫോർ ഓഫ് ഫയർ എന്ന് പറയുന്നതും അത്രയേറെ നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ ആഗ്രഹത്തോടു കൂടി വന്നു ചേരും എന്നുള്ളതാണ്. അവരായിട്ട് വിട്ടുപോയൊരു സംഗതിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലിയുടെ ഇൻ്റർഫിയറൻസോ എന്ത് കാര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു വിട്ടു പോകേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കാര്യമൊക്കെ ഈ ഒരു പേഴ്സണായിട്ട് ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് മാറി നിൽക്കുകയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയായിട്ട് തന്നെ ആക്ഷൻ എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അവർ വളരെ തണുത്തുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ അല്ലെന്നുണ്ടെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥ, ഇപ്പോൾ ഇമോഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർ അത് പുറമേ കാണിക്കാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി പോകുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും ഇവിടെ മാറ്റം വരും എന്നുള്ളതാണ്. കാരണം നിങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്തൊരു നല്ല രീതിയിലുള്ള ക്ലാരിറ്റി വേണം, സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് വേണം. ഈ ഒരു പേഴ്സൺ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ അത് വെറുതെ ആവരുത്, ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് വേണം എന്നുള്ളതായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയേറെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്രയേറെ ടഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളൊരു ക്ലാരിറ്റി നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഡെഡ് എൻഡ് ആയ ഒരു സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ തുറന്ന് പറയണം എന്ന് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഈ ഒരു പേഴ്സൺ വളരെ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വന്ന് സംസാരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ വരികയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു പേഴ്സൺ വരുമ്പോൾ തന്നെ എല്ലാം ഓപ്പണായിട്ട് നിങ്ങളോട് പറയണമെന്നില്ല. കാരണം ആ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് റീകൺസിലേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിലും ചില തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മളിവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഒരു ഭയം മൂലമായിരിക്കാം ചില കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ സീക്രസി മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നത്. പക്ഷെ പതിയെ പതിയെ ഗ്രാജ്വലി ആണ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നും കൂടി ഡീപ്പനായിട്ട് മാറുന്നതായിട്ട് കാണുന്നത്. പെട്ടെന്നുള്ള ആ ഒരു ചില റിലേഷൻഷിപ്പൊക്കെ നമ്മളെടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു പ്രഷറിൻ്റെ മുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടോ എന്തോ ആയിക്കോട്ടെ ആ ഒരു വ്യക്തിയുടെ ഒരു സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ചിലപ്പോൾ കാര്യങ്ങളൊന്ന് സ്ലോ ആയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വരുമ്പോൾ തന്നെ എല്ലാം നിങ്ങളോട് വന്ന് വിളിച്ച് പറയണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി വളരെ ഒന്ന് ഹൈഡിങ് ആയിട്ടായിരിക്കാം നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. മറ്റാരും അറിയാത്ത ഒരു രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പല കാര്യങ്ങളും പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഗതിക്കൊക്കെ ശേഷമായിരിക്കും ഈ ഒരു പേഴ്സൺ ഇത് ഓപ്പൺ അപ്പ് ആയിട്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ പറയുള്ളൂ. അപ്പോൾ ഇതെടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു സ്ട്രോങ് റീകൺസിലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ. നിങ്ങൾ കാര്യം മനസ്സിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുമാതിരി പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു വിഷമോ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരുമ്പോൾ തന്നെ എല്ലാം ഹോണസ്റ്റ് ആയിട്ട് ഈ ഒരു പേഴ്സൺ പറയണം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒറ്റ ഒരു ഇരിപ്പിന് നടക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ചിന്തിക്കരുത് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സണ് കുറച്ച് സമയം ആവശ്യമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ആവശ്യമായിട്ട് തന്നെ വരും. അപ്പോൾ കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാതെ പോകരുതെന്നല്ല. തീർച്ചയായിട്ടും നിങ്ങൾ മുന്നിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടി ആയിക്കോട്ടെ നിങ്ങൾ ഫുൾ എനർജിയും ഇനിയും ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരാനുള്ളതാണ്. അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ കൂടുതലും ഇതിനകത്തേക്ക് തന്നെ ഫോക്കസ് ചെയ്യും തോറും ആ ഒരു റണ്ണർ ചേസർ എനർജിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള ലക്ഷ്യം എന്താണോ അതിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ തനിയെ ഈ ഒരു പേഴ്സൺ ആ ഒരു ക്ലാരിറ്റിയിലേക്ക് വന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരായിട്ട് തന്നെ നിങ്ങളുടെ പുറകിലേക്ക് വരുന്ന ഒരവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നിലേക്ക് പോവുക, ഒരു സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത്. ഒട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പാനിക് ആവുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് ഓവർ തിങ്ക് ചെയ്ത് നമ്മളുടെ ഒരു എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ മാത്രം നിങ്ങളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്ന ഒരു സംഗതി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും ഉള്ളതാണ്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളെ ചൂസ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ടോ, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷനായിട്ട് എടുത്ത് വരുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കുക, നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇതിനകത്ത് ഒട്ടും പാനിക്കായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ച് തലവുണ്ടാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വരുമ്പോൾ തന്നെ എനിക്കെല്ലാം ക്ലിയർ ആയിട്ട് അറിയണം എന്നുള്ള ആ ഒരു കട്ട് ആൻഡ് റൈറ്റ് എനർജിയിലേക്കൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിന് കുറച്ച് ടൈം കൊടുക്കുക. ആ ഒരു ടൈം ഹീൽസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു പേഴ്സൺ എല്ലാം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാനും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളെ ഈ ഒരു വ്യക്തി ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് വരാനോ ഉള്ള ഒരു സമയമാണ് ഇവിടെ നിങ്ങളായിട്ട് കൊടുക്കേണ്ടത്. അതിനിവിടെ നിങ്ങൾ കൂടുതലായിട്ട് ഇതിനകത്ത് എനർജി ഇൻവെസ്റ്റ് ചെയ്തിരിക്കും തോറും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു റണ്ണർ ചേസർ എനർജി അനുഭവപ്പെടും. അപ്പോൾ നിങ്ങളായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഫോക്കസ് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുമ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ഇവിടെ വരുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു സ്പിരിച്വൽ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിനൊക്കെ വേണ്ടി വരുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വന്നിട്ടുള്ള ഒരു ബന്ധം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ കുറച്ച് ഹഡിൽസൊക്കെ നമ്മൾ ക്രോസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലൊന്നും പരുവപ്പെട്ട് മാറിയെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം യൂണിവേഴ്സായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാറുണ്ട്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് ചേഞ്ച് വരുള്ളൂ, അല്ലെങ്കിൽ ഒരു മോൾഡിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റി അനുസരിച്ച് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തികളായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് കുറച്ചൊരു ഹഡിൽസ് അല്ലാന്നുണ്ടെങ്കിൽ ടാസ്ക് വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്, നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ വറീഡായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓവറായിട്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്യും തോറും അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യും തോറും നമ്മൾ പല കാര്യങ്ങളും ഡിലേ ചെയ്യിപ്പിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് പോകാൻ, നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പം അതിന് പകരമായിട്ട് ഈ ഒരു രീതിയിൽ പോവുക. തീർച്ചയായിട്ടും ഇവിടെ കണ്ടതുപോലെ തന്നെ ആ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീയൂണിയൻ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ്. ഇപ്പോൾ കോൺടാക്റ്റ് ഇല്ലാതിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോൺടാക്റ്റ് തന്നെ കിട്ടുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കോൺടാക്റ്റിൽ തന്നെ എനിക്കെല്ലാം ഇപ്പോൾ ക്ലിയർ ആവണം എന്നുള്ള ഒരു എനർജിയിൽ പോവാതെ സ്പേസ് കൊടുക്കുക. ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തിക്ക് എന്ത് സ്പേസ് ആണോ വേണ്ടത് അത് നിങ്ങൾ കൊടുക്കുക. നിങ്ങളായിട്ട് ഓവറായിട്ട് അതിനകത്തേക്ക് പാനിക്കായിട്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണോ എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ സാധാരണ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു സ്പിരിച്വൽ കണക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് വഴി വന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. കാരണം ഇത് കൂടുതലായിട്ടും എൻ്റെ റിലേഷൻഷിപ്പിനകത്തൊരു ജസ്റ്റിസ് വന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഹഡിൽസ് ഉണ്ടായിട്ടും വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എന്തായാലും എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ആയില്യമാണ്. ആയില്യ നക്ഷത്രമാണ്. നവംബർ മന്ത്. കാർത്തിക. നമ്പർ 2. നമ്പർ 23. Libra zodiac sign. ലെറ്റർ ഡി. ഡി ആണ് കേട്ടോ. നമ്പർ 18. പത്തനംതിട്ട. കോട്ടയം. ലെറ്റർ എ. നമ്പർ 31.
Number 16, Aquarius zodiac sign. Number 5, number 1, Taurus zodiac sign. Letter U, Scorpio zodiac sign. Letter K, October month. Letter R and letter M. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കാം. കാരണം നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. കറൻലി നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളെ തേടി നിങ്ങളിലേക്ക് വരും എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എത്രയും ഈസി ആയിട്ടിരിക്കുന്നു അത്രയും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആവട്ടെ, ആ ഒരു എനർജിയും ഈസി ആവും എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ കൂടുതൽ നിങ്ങളായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങളുടെ എനർജിയും അത്രയും ഇവിടെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ബോണ്ടിങ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് അത് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.